മോർണിംഗ് ഞാൻ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി. ഞാൻ സാധാരണ ഒരു ഇൻവെസ്റ്ററാണ്. എനിക്ക് ഇൻട്രാഡേ ഒക്കെ ഒരു ചെറിയ താല്പര്യമുണ്ട്. പക്ഷേ ഇൻട്രാഡേ പറ്റി ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സ്വിംഗ് ട്രേഡിങ്, അതായത് ഇപ്പം മേടിച്ച് വെച്ചിട്ട് അത് ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് ആകുമ്പോൾ വിൽക്കും. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റി തന്നെയാണെങ്കിൽ 234 പോയിന്റ് താഴോട്ട് വന്നു. നിഫ്റ്റി 50 ആണെങ്കിലോ 3 രൂപ സംതിങ്, 3 രൂപ 30 പൈസ സംതിങ് താഴോട്ട് വന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും നല്ല ഇടിവാണ് സംഭവിച്ചേക്കുന്നത്. സെൻസസിലാണെങ്കിൽ സെൻസസ് ഒന്ന് നോക്കട്ടെ, ഒരു 2 സെക്കൻഡ്. 36 രൂപ സംതിങ് ഇടിവ് സംഭവിച്ചു. ഞാൻ ഇട്ടേക്കുന്ന RVNL സ്റ്റോക്കാണ്. ഞാൻ ആദ്യം ഇട്ടത് 4000 സംതിങ്, 4250 രൂപ ഇട്ടത്. ആദ്യത്തെ ദിവസം തന്നെ 10, 500, 600 കയറി. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നോക്കി 700. അതിൻ്റെ ഇമേജ് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. 700 സംതിങ് കയറി. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കാണ് RVNL. ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസം കൊണ്ട് അതിലിടുന്നവർക്ക് ഉറപ്പായിട്ടും ഇരട്ടിയുടെ അടുത്ത് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ മാർക്കറ്റ് അറിയാമല്ലോ, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇന്ന് ഞാൻ ഇടാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഇടുമ്പോൾ നാളെ ഒറ്റയടിക്ക് ഇത് ക്രാഷായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ RVNL എന്ന് പറയുമ്പോൾ എന്താ, റെയിൽവേയാണ്. റെയിൽവേ എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇവിടെ കേരളം പൊളിഞ്ഞാലും എല്ലാവരും കേരളം പൊളിയുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചോദിക്കുക, സർക്കാർ ഇന്ന് വിളിച്ച് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് നിങ്ങൾ വിശ്വസിക്കാം. പോസ്റ്റ് ഓഫീസ് പോലുള്ള ഒരിക്കലും പൊളിയത്തില്ല. ഇപ്പോൾ റെയിൽവേ ആണെങ്കിലും പൊളിയത്തില്ല. ഉറപ്പായിട്ട് ഇടാവുന്ന സ്റ്റോക്കാണ്. പിന്നെ സ്റ്റോക്കിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പറയാനൊന്നും ആളല്ല. പിന്നെ ഇൻട്രാഡേ എന്നൊക്കെ പറയുമ്പോൾ കുറേയൊക്കെ ആദ്യം സിൻട്രേഡൊക്കെ ചെയ്ത് പഠിച്ച് ഇതൊരു ഗെയിം പോലെ കണ്ടാൽ മതി. നമ്മൾ ആദ്യം തന്നെ ഗെയിം കളിക്കുമ്പോൾ ഇപ്പോൾ GTA Vice City ആണെങ്കിൽ തന്നെ വലിയ ലെവലല്ലല്ലോ തരുന്നത്. ആദ്യം വലിയ ആനയെ കൊല്ലുന്നതും തേങ്ങ കൊല്ലുന്നതും ഗ്ലാസ് പൊട്ടിക്കുന്നതും അല്ല തരുന്നത്. ആദ്യം ചുറ്റിക്കൊണ്ട് ഇടിച്ച് കൊല്ലുന്നത്, പിന്നെ ചെറുതായിട്ട് കാറ് കയറ്റി, അതുപോലെയുള്ള ചെറിയ ചെറിയ. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ ഇതൊക്കെ വെച്ച് ക്യാപിറ്റൽ വെച്ച് സിൻട്രേഡ് ഇട്ട് അങ്ങനെയാണ് ഇത് കയറേണ്ടത്. അല്ലാതെ എല്ലാവരും വലിയ അഹങ്കാരം മൂത്ത് വലിയ സാധനങ്ങളൊക്കെ ഇടാൻ പോകുമ്പോൾ ഈ പൊൻമുട്ടി ഇടുന്ന താറാവിൻ്റെ കഥ പറയുന്ന പോലെ, താറാവിനെ കാണുമ്പോൾ എന്നാൽ ഒരു മുട്ട കിട്ടും, പിറ്റേ ദിവസമൊക്കെ ഒരു മുട്ട. അങ്ങനെയാണ് കൊന്നു കഴിഞ്ഞാൽ വയറ്റിലുള്ള മുട്ട മൊത്തം എടുക്കാതെ വിചാരിച്ചാൽ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു ക്ഷമയോടെയൊക്കെ ഇടുക. കാരണം ഞാൻ വളരെ ക്ഷമയോടെ കാര്യത്തോടെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഒരു രീതിയിൽ ഇൻകം സോഴ്സ് കണ്ടെത്തുന്നത് ഇതാണ്. അതായത് എനിക്ക് 3 ഇൻകം സോഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഞാൻ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവിടുത്തെ സാലറി. രണ്ടാമത്തെ ഇൻകം സോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഈ ഫോണും കാര്യങ്ങളൊക്കെ, ഫോണ്, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ് അതുപോലത്തെ വിൽക്കും. അങ്ങനെ എനിക്ക് കിട്ടുന്ന കമ്മീഷനുണ്ട്. മൂന്നാമത്തെ ഒരു ഇൻകം സോഴ്സാണ് ഇത്, സ്റ്റോക്ക്. കാര്യം ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം ഇതിൻ്റെ ഓരോ ഗ്രാഫും, അതായത് ഇതിൻ്റെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഒരു ട്രേഡ് എപ്പോൾ എടുക്കണം, ഒരു ട്രേഡിനെ എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ പഠിച്ചാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ വരുന്നത്. എന്ന് കരുതി നിങ്ങൾ ഈ പഠിക്കാമെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കളഞ്ഞ് പഠിക്കേണ്ട സാധനമല്ല ഇത്. ചുമ്മാ ആൾക്കാർ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്ന, നിങ്ങൾ ഒരു 4 കൊല്ലം അല്ലെ 10 കൊല്ലം ഡിഗ്രി പഠിക്കാൻ 4 കൊല്ലം, SLC +1 +2 കഴിയാൻ 2 കൊല്ലം, PG പഠിക്കാൻ 2 കൊല്ലം, അങ്ങനെ പറഞ്ഞ് ഇത് പഠിക്കണമെങ്കിൽ ഒരു 10-20 കൊല്ലം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്. നിങ്ങൾ പൈസ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് പറ്റും. കാരണം നിങ്ങൾ ഇച്ചിരി സമയം അതിന് വേണ്ടി ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇതിനെപ്പറ്റി നോക്കുക. പിന്നെ അതിൻ്റെ ഫണ്ടമെന്റൽസ് പഠിക്കുക. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഫണ്ടമെന്റൽ, അത് എന്താ ചെയ്യുന്നതെന്നൊരു ഐഡിയ നമുക്ക് വേണം. ഇപ്പോൾ റെയിൽവേ ആണെങ്കിലും ഇപ്പോൾ എന്താ റെയിൽവേ ഡബ്ലിങ് നിർത്തുന്നു. അതുപോലെ തന്നെ റെയിൽവേയിലൊക്കെ ഈ പുതിയ ഫണ്ടുകൾ വരും. അങ്ങനെ ഇപ്പോൾ വന്ദേ ഭാരത് ഒക്കെ വന്നപ്പോൾ ഇതിൻ്റെ വില കുത്തന്നെ കയറിയതാണ്. അപ്പോൾ ഇതൊക്കെ വരുന്നത് നമ്മൾ പത്രത്തിലൂടെ അറിയാമെന്നാണ്. അപ്പോൾ അത് വെച്ച് പഠിച്ചാണ് ആൾക്കാർ ഇത് ഇടുന്നത്. അല്ല അതൊന്നും അറിയാതെ ഇതിനെപ്പറ്റി കേൾക്കുമ്പോഴേ പോയി ഇടുന്ന കുറേ പൊട്ടന്മാരുണ്ട്. ഈ പമ്പ ആൻഡ് ഡംപ് സ്കീമിലൊക്കെ ചെന്ന് വിടുന്ന അതുപോലുള്ള മണ്ടന്മാരാണ്. അല്ലാത്തവർക്ക് ഇതിന് അത്യാവശ്യം നേട്ടം കഴിയാം. പിന്നെ ഇതിലൊരിക്കലും അഹങ്കാരം കാണിക്കില്ല. അതായത് ഞാൻ പൈസ വെച്ച് റിച്ചായി അംബാനി ആണെന്നൊന്നും വിചാരിക്കില്ല. ഇതിൽ എനിക്കൊരു ചെറിയ തുക, ഇപ്പോൾ ഒരു ദിവസം എന്നൊക്കെ പറയുമ്പോൾ 500 രൂപ കിട്ടിയാൽ തന്നെ ലോട്ടറിയാണ് വിചാരിക്കണം. ഇപ്പോൾ 4000 ഇട്ടു, 500 കിട്ടി, മതി, ധാരാളം. ഇന്ന് അത്യാവശ്യം കാര്യം നടന്നവന് അതുപോലെ. ഇപ്പോൾ നിങ്ങൾ പിള്ളേരൊക്കെ ആണെങ്കിൽ 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനോടും അമ്മയോടും ചോദിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഒരു 500 രൂപയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിസ്സാരമാണോ? വലിയ തുക തന്നെ. അപ്പോൾ അതുപോലെ ആദ്യം 500 കിട്ടി, ഇപ്പം നാളെ എനിക്ക് 1000, അത് കഴിഞ്ഞ് 2000, അങ്ങനെ ഇരട്ടിക്കുന്ന ഒരു പരിപാടി വിചാരിക്കരുത്. ഇത് പണം ഇരട്ടിക്കുന്ന പരിപാടിയല്ല, ഗാംബ്ലിംഗ് ഒന്നും അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനെപ്പറ്റി ശരിക്കും അത്യാവശ്യം ഇതിനകത്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനൊക്കെ ഉണ്ട്. അതിപ്പോൾ 30% ഗവൺമെൻറ് ടാക്സബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതായത് നേരത്തെ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ആണെങ്കിൽ സാധാരണ കാറ്റഗറിയിൽ, ഇപ്പോൾ ഗാംബ്ലിംഗ് പോലെ, അതായത് ഡ്രീം 11 ഇടുന്നതും അതുപോലെയൊക്കെ ഇത് കൂട്ടിയേക്കുന്നത്. അതായത് നിങ്ങൾ ചൂതടിച്ച് പൈസ നേടുന്ന പോലെ, ഇപ്പോൾ ക്യാഷ് വെച്ച് ചീട്ട് കളിക്കുന്ന പോലെയൊക്കെ. ആ സമയത്ത് ഇതൊന്നും അങ്ങനെയല്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കൂട്ടിയേക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്.